നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ കംഫർട്ടബിളായി നട്ടില് നിവർത്തി ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക. ശരീരത്തെ ബലം കൊടുക്കാതെ എത്രമാത്രം റിലാക്സ് ആയിരിക്കാനായി സാധിക്കുമോ അത്രമാത്രം കംഫർട്ടബിളായി ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. കണ്ണുകൾ പതുക്കെ മൃദുവായി അടക്കാം. ദീർഘമായ ശ്വാസത്തിലൂടെ നമ്മുടെ ശരീരത്തെ ആഴത്തിൽ റിലാക്സ് ചെയ്യാനായി നമുക്കൊരുങ്ങാം. ഓരോ ശ്വാസം എടുക്കുമ്പോഴും മനസ്സിൽ പറയുക, I am here, I am alive, I can breathe easily. ഓരോ ശ്വാസം നിങ്ങൾ എടുക്കുന്ന സമയത്തും മനസ്സിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ഓരോ ശ്വാസവും അതിൻ്റെ തെളിവാകുന്നു. Take a deep breath and breathe out. മനസ്സിൽ ഫീൽ ചെയ്യുക, I am so blessed. ഓരോ ശ്വാസവും നിങ്ങൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഓരോ ശ്വാസവും അതിനുള്ള തെളിവാകുന്നു. You are very blessed and you are chosen one. ഈ പുതിയ വർഷം, ഈ പുതിയ പ്രഭാതം നിങ്ങൾക്കായിട്ട് തന്നിരിക്കുന്നു. കുത്തിവരകളില്ലാത്ത പുതിയ താളുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാണ്. മനോഹരമായ കഥകൾ എഴുതി തീർക്കാനായി ആ പുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു തന്നിരിക്കുകയാണ്. And you are chosen one. And feel your each breath. Take another deep breath. Breathe out. തുടർന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു റിലാക്സേഷൻ നിങ്ങളിപ്പോൾ അനുഭവിക്കാനായി ഒരുങ്ങുകയാണ്. ആ ഒരു ശാന്തത, ആഴത്തിലുള്ള റിലാക്സേഷൻ ഇപ്പോൾ നിങ്ങളുടെ മുടിയിഴകളിൽ നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ കൺപീലികൾ ഏറ്റവും റിലാക്സ് ആയി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ കവിൾത്തടം now relax completely. Then your neck, your shoulders, your chest, your heart. Relax your belly, your both legs and feet. Relax. Now നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മധ്യഭാഗത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശ്രദ്ധയെ പൂർണ്ണമായും നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. കൈകൾ മൃദുവായി ഹൃദയത്തോട് ചേർത്ത് വെച്ച് പതുക്കെ ശ്വാസം എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മധ്യത്തിൽ പൊട്ടുപോലെ ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങൾക്കിപ്പോൾ കാണാനായി സാധിക്കുന്നുണ്ട്. വളരെ ചെറുതായി ആ ഗോൾഡൻ ലൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റിൽ മധ്യത്തിലായി കാണാം. തുടർന്നെടുക്കുന്ന ഓരോ ശ്വാസത്തിലും ആ പ്രകാശം പതുക്കെ വലുതാകുന്നതായി, വ്യാപിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഓരോ ശ്വാസത്തിനൊപ്പം ആ പ്രകാശം കൂടുതൽ വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു. പതുക്കെ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അംശത്തിലേക്കും വ്യാപിക്കുന്നതായി സങ്കല്പിക്കുക. ശരീരത്തിലെ ഓരോ അംശത്തിലും, എല്ലാ അവയവങ്ങളിലും, ഓരോ കോശങ്ങളിലും
ആ പ്രകാശം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ മുന്നിലായി നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടത്തോടെ, ബഹുമാനത്തോടെ കാണുന്ന ആ ഒരു ഡിവൈൻ എനർജിയെ ഒരു ഗോൾഡൻ ലൈറ്റായി സങ്കല്പിക്കുക. ആ സ്രോതസ്സിൽ നിന്നും നിങ്ങളിലേക്ക് ആ ഡിവൈൻ ലൈറ്റ് അൺകണ്ടീഷണൽ ലവ് ആയി കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇൻ ദ ഫോം ഓഫ് എ ലൈറ്റ്. ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു വലയമായി മാറുന്നതായി സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിലും ശരീരത്തിന് പുറത്തും നിങ്ങൾക്ക് ആ പ്രകാശം അനുഭവിക്കാനായി സാധിക്കുന്നു. പൂർണ്ണമായി ആ ഒരു അവസ്ഥയിൽ കുറച്ച് സമയം, കുറച്ച് നിമിഷങ്ങൾ തുടരുവാനായി ശ്രമിക്കുക. കഴിഞ്ഞ വർഷക്കാലം നൽകിയ എല്ലാ അനുഗ്രഹത്തിനും സന്തോഷത്തിനും നന്ദി പറയാം. Now you are transformed completely. നിങ്ങൾ ആന്തരികമായും ബാഹ്യമായും പുതിയൊരു സൃഷ്ടിയായിരിക്കുന്നു എന്ന് മനസ്സിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സ്മൈൽ നിങ്ങളുടെ ഫേസിൽ കൊടുത്തുകൊണ്ട് സമയമെടുത്ത് കണ്ണുകൾ തുറക്കുക. Slowly, gently open your eyes. Take your time. 5, 4, 3, 2, and 1. Gently move your legs and fingers. Open your eyes. Okay അല്ലേ? റെഡി അല്ലേ എല്ലാവരും? റെഡി മാം, റെഡി. യെസ്. സ്റ്റാർട്ട് ചെയ്തൂടെ? Yes, ma'am. Yes, started. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പറയുന്നതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. Once again, wish you all the happiness and abundance from my bottom of heart. Happy New Year. Best wishes, voice ma'am, to all. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സ്റ്റെഫി. സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. കറന്റ് ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഒരു സ്പിരിച്വൽ കൗൺസിലർ ആണ്. ബ്രെത്ത് വർക്ക് ട്രെയിനറും കൂടിയാണ്. ആൻഡ് വിംബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മെഡിറ്റേഷൻ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു വരുന്നു. ആൻഡ് ഈ ഒരു സമയത്ത് ഐ എം റിയലി ഹാപ്പി ബിക്കോസ് നമ്മുടെ വർഷത്തിൻ്റെ ആദ്യത്തെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഹവേഴ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു യൂണിവേഴ്സ് ആൻഡ് വിംബൽ അക്കാദമി, ഫൈസൽ സാർ, എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ എല്ലാവരും. യു ആർ ദ എസൻസ് ഓഫ് ദിസ് മോർണിംഗ് സർക്കിൾ, റൈറ്റ്? ഓക്കെ, താങ്ക് യു ഓൾ. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ആർക്ക് പറയാം? എന്താണ് നമ്മൾ ഇന്ന് നിങ്ങൾ ആ ഒരു ആഡിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് ടോപ്പിക്ക്? എന്തായിരുന്നു? നോക്കിയിട്ടുണ്ടായിരുന്നോ? ആർക്ക് പറയാം? എലിവേറ്റ് വൈബ്. യെസ്, elevate vibe. Elevate your vibration, or we can say expand your frequency of vibration. We know everything in this universe is vibrate. Your body,
your thoughts, emotions, everything. Animals, plants, trees, everything vibrates at a level of frequency. ഈ പ്രപഞ്ചത്തിലെ എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. യു, മീ, എവ്രി വൺ, റൈറ്റ്? ആൻഡ് നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ആസ് എ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് വരുമ്പോൾ, ബിയോണ്ട് ദിസ് ബോഡി ആൻഡ് മൈൻഡ്, ഇൻസൈഡ് there is a essence, and we can call it energy, spirit, prana, chaitanya, atma, and we commonly heard the term energy. Okay, that is the real you. യഥാർത്ഥ നിങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? That's energy, that essence living inside this temporary shelter. എന്താണ് ഈ ടെമ്പററി ഷെൽട്ടർ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡി. And processing with a software called mind. Again and repeat, the essence, the potential or powerful essence living inside the temporary shelter and processing through a software called mind. Okay? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭൗതിക ശരീരത്തില് ഇമോഷൻസും തോട്ട്സും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ now our energy is the combination of physical energy, emotional energy and spiritual energy. Okay? നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ശരീരവും മനസ്സും ആത്മാവിലും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അല്ലെ? ഒരു ഹാർമണി വേണമെന്ന് പറയാറുണ്ട്. എന്താണ് ശരിക്കും ഇത് തമ്മിലുള്ളൊരു ബന്ധം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ശാന്തമായ ഒരു മനസ്സുണ്ടാവുകയുള്ളൂ. ശാന്തമായ മനസ്സ് ആത്മാവിലേക്കുള്ള വാതായനം തുറക്കുന്നു എന്ന് പറയാറുണ്ട്. സിംപ്ലി പറഞ്ഞാൽ, എ ഹെൽത്തി മൈൻഡ് resides only in a healthy body, and a calm mind opens window to your actual self. നിങ്ങളുടെ യഥാർത്ഥ എസൻസിലേക്ക്, നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ പൊട്ടൻഷ്യൽ വേർഷനിലേക്ക് ആ ഒരു വാതിലുകൾ തുറന്ന് കിട്ടാൻ വേണ്ടി എന്തൊക്കെ വേണമെന്നാ പറയുന്നത്? 2 കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെ? വൺ വാസ് ഹെൽത്തി ബോഡി ആൻഡ് സെക്കൻഡ് വൺ കാം മൈൻഡ്. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, വർഷാന്ത്യത്തില് അല്ലെങ്കിൽ ഈ ഒരു വർഷത്തില് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ഒരു വർഷത്തിൽ ഉത്തരം കിട്ടണം, ക്ലാരിഫൈ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ഉണ്ടായില്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം, അല്ലേ? വേണ്ടേ? അപ്പോ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അങ്ങനെ ഉത്തരം കിട്ടണം, ഈ വർഷമെങ്കിലും എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഉണ്ടോ? യെസ്. അപ്പോ ആരോടാ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്? ഹു നോ ദാറ്റ് ആൻസർ കറക്റ്റ്ലി? ആർക്കായിരിക്കും ആ ഉത്തരം കൃത്യമായിട്ട് അറിയാം? ആർക്കായിരിക്കും അറിയാം? നമ്മൾക്ക് തന്നെ ആയിരിക്കും. യെസ്, ദ റിയൽ യു. ഇപ്പോഴുള്ള വേർഷൻ ആണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ഉത്തരം അറിയില്ല എന്നുള്ളതാണ്, അല്ലെ? സോ ഈ ആൻസർ ആർക്കറിയാം എന്ന് ചോദിച്ചാൽ യുവർ ഹയർ സെൽഫ്, യുവർ ഇന്നർ സെൽഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദ പൊട്ടൻഷ്യൽ വേർഷൻ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ തന്നെ ഒരു വേർഷൻ. ആൻഡ് ഷീ ഓർ ഹീ നോസ് എവ്രിതിങ്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എവറിത്തിങ്. ബട്ട് ദ പ്രോബ്ലം ഈസ് നൗ യു അസോസിയേറ്റഡ് ഇൻ ദിസ് ഫിസിക്കൽ വേൾഡ് ഓൺലി, അല്ലെ? അവിടെ ഒരു ആക്സസ് കിട്ടുന്നില്ല. എന്തായിരിക്കും അതിന് പ്രോബ്ലം? ബിക്കോസ് നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ട്, ഹയർ സെൽഫ് എന്നാ നമ്മൾ പറയുന്നത്, അല്ലെ? ദാറ്റ് മീൻസ് ഫ്രീക്വൻസി വൈസ് ഓർ ദാറ്റ് വൈബ്രേഷണൽ ലെവൽ ഈസ് വെരി ഹൈ. ദാറ്റ്സ് വൈ വി ക്യാൻ ആക്സസ് ഈസിലി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വൈബ്രേഷൻ റേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് ടു മീറ്റ് യുവർ സെൽഫ്. ദാറ്റ് ഈസ്, നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വൈബ്രേഷൻ കൂട്ടുന്നത് എന്നർത്ഥം. ഫോർ വാട്ട്? ലെറ്റ് മീ ക്ലിയർ ഇറ്റ്. ഫോർ
elevate or expand your vibration, you must start from physical energy. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കാണുന്നതും സ്പർശിക്കാനായിട്ട് പറ്റുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരമാണ്. സോ ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. അപ്പോൾ ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് ഓൾ അബൌട്ട് യുവർ ഫിസിക്കൽ ബോഡി, ഓർഗൻസ്, ബോഡി സിസ്റ്റം ആൻഡ് ഓൾ. ഓക്കെ, ദെൻ പ്രോപ്പർലി അവിടെ വർക്ക്ഔട്ട് ചെയ്യുക. എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലേ? ബോഡി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയാം. നൗറിഷ് യുവർ ബോഡി പ്രോപ്പർലി, ടേക്ക് ഇനഫ് റെസ്റ്റ്, ടേക്ക് ഇനഫ് മൂവ്മെന്റ്സ് അല്ലേ? ദെൻ അവിടെ വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മൂവ് ടു യുവർ എനർജി, ഇമോഷണൽ എനർജി. വാട്ട് ഈസ് ആക്ച്വലി ഇമോഷണൽ എനർജി മീൻസ്? അവിടെ എന്താണ് നമ്മൾ നോക്കുന്നത്? ഓൾ അബൌട്ട് യുവർ തോട്ട്സ്, ഇമോഷൻ, എക്സ്പ്രഷൻ, ബിലീഫ് സിസ്റ്റം, എവറിത്തിങ്. ഈ രണ്ട് മേഖലകളിൽ അല്ലെ ഈ രണ്ട് ഫീൽഡിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എ ബോണസ്. ദാറ്റ് ഇസ് യുവർ സ്പിരിച്വൽ എനർജി. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈബ്രേഷൻ ഉയർത്തേണ്ടത്? അല്ലെങ്കിൽ ഇപ്പോഴും ചില ആളുകൾ, ഇപ്പം നിങ്ങൾ ഈ റീസെന്റ് ഡേയ്സിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വിഷൻ ബോർഡ്, മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ഒരുപാട് റിസൾട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ഒരുപാട് കോള് വന്നിട്ട്, മാം ഇത് കറക്റ്റ് ആണോ, അല്ലെ ഇതൊക്കെ സ്കാം ആണോ, ഇങ്ങനെ പല കൺഫ്യൂഷൻസ് ആണ് ആൾക്കാർക്ക്. അപ്പോ നിങ്ങളും ഇതേപോലൊരു പല ആൾക്കാർ, ഈ കൂട്ടത്തിൽ പല ആൾക്കാർ അത് വിശ്വസിക്കുന്നുണ്ടാകും, റിസൾട്ട് എടുത്തവരുണ്ടാവും, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, ഇനി വിശ്വാസമില്ലാത്തവരുണ്ടാവും. എനിവേ, എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ചില ആളുകൾ അത് വിശ്വസിക്കാത്തത് എന്ന് ചോദിച്ചാൽ, മേ ബി അവരത് ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുണ്ടാവാം. അവർ ഗോള് സെറ്റ് ചെയ്യുന്നു, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നു, അഫർമേഷൻസ് പറയുന്നു, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ പറയുന്നു, ബട്ട് സ്റ്റിൽ നോ റിസൾട്ട്. ഓക്കെ, എന്നാ അതേസമയം ചില ആളുകൾ പറയാണ്, എൻ്റെ വിഷൻ ബോർഡ്, എൻ്റെ മാനിഫെസ്റ്റേഷൻ, എൻ്റെ കംപ്ലീറ്റ് ലൈഫ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. കേട്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരുപാട് റീൽസ് വരുന്നുണ്ട് അല്ലേ? കണ്ടോ അങ്ങനെ? Yes, Yes, ma'am. ma'am. കണ്ടിട്ടുണ്ട്. Yes, yes, ma'am. കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ ഇവിടെ നടക്കുന്നേ? ആക്ച്വലി ഇത് വർക്ക്ഔട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അത് വർക്ക്ഔട്ട് ആവണ്ടേ? എന്തുകൊണ്ടായിരിക്കും ചില ആൾക്കാർ എത്ര എഫേർട്ട് ഇട്ടിട്ടും അത് നടക്കാത്തത്? എന്നാൽ ചില ആൾക്കാർക്ക് എഫേർട്ട്ലെസ്ലി കാര്യങ്ങൾ നടക്കുന്നു. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വോണ്ട്, യു അട്രാക്ട് വാട്ട് യു ഫീൽ റൈറ്റ് നൗ. നിങ്ങൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തു വേണം, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നതിനേക്കാളും ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുന്നത്. ഇപ്പൊ സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മാനിഫെസ്റ്റേഷൻ ഒന്നും ഞാൻ ചെയ്യാറില്ല. ആൻഡ് ഞാൻ പറയാണ്, എവ്രി മിനിറ്റ് എവ്രി വൺ നിങ്ങളും മാനിഫെസ്റ്റേഷൻ്റെ ഒരു പാർട്ടാണ്, നോയിങ്ലി ഓർ അൺനോയിങ്ലി. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നോട്ട് ഓൺലി പോസിറ്റീവ് സൈഡ്, ഇറ്റ് ഹാവ് എ നെഗറ്റീവ് ഓൾസോ. അപ്പോൾ നല്ല കാര്യങ്ങൾ, മോശം കാര്യങ്ങളല്ല, പ്രശ്നങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസിയാണ് എന്ന് പറയാറുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും നമ്മൾ, ഓരോ നിമിഷവും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മൾ അഗാധമായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമുക്ക് കിട്ടും അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? വീണ്ടും വീണ്ടും നമ്മൾ അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് അല്ലേ? ശരിയല്ലേ? Yes, yes, ma'am. യെസ്, ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടും, ഓഫ് കോഴ്സ്. പക്ഷേ ആ ലോ വർക്കൗട്ട് ആകണമെങ്കിൽ അതിന് മുന്നേ വർക്ക് ചെയ്യേണ്ട മറ്റ് ചില യൂണിവേഴ്സൽ ലോസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലോ ഓഫ് റെസൊണൻസ്. കേട്ടിട്ടുണ്ടോ? എന്താണ് ലോ ഓഫ് റെസൊണൻസ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ ക്ലിയർലി. ഒരു വ്യക്തി, ഓക്കെ, ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിയർ ആൻഡ് ആൻസൈറ്റിയിലാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഫ്രീക്വൻസിയുടെ ഒരു കൺസെപ്ച്വൽ ഐഡിയ എന്നുള്ള രീതിയിൽ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമോഷണൽ ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്.
ഞാൻ ഫ്രീക്വൻസി മാസ്റ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ വിംബൽ ഹാർമണി ഗ്രൂപ്പിലൊക്കെ അത് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഈ ഒരു ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് വേണമെങ്കിൽ മോർണിംഗ് സർക്കിളിൽ പോസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതില് ഈ ഫിയർ ആൻഡ് ആൻസൈറ്റി എന്ന് പറയുന്നതിൽ 175 ഹെഡ്സ് ആ ഒരു റേഞ്ചിലാണ് ഫ്രീക്വൻസി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആൻഡ് ആ ഒരു കണ്ടീഷനിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും അല്ലെ, അലേർട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും അയാളുടെ ബോഡി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി കമ്പാരിറ്റീവ്ലി ലോ ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വ്യക്തി ഈ മാനിഫെസ്റ്റേഷനെ പറ്റി അറിയുന്നു, ചില മോട്ടിവേഷണൽ ക്ലാസ്സസ് കേൾക്കുന്നു, ഒരുപാട് ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് വായിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ആൾക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ എനിക്ക് പറ്റും, ഞാൻ ചെയ്യാണ് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യാണ്, കാര്യങ്ങൾ എഴുതാണ്. ഐ വോണ്ട് ടു ബിക്കം ഹെൽത്തി ആൻഡ് ഐ വോണ്ട് ടു ഏൺ ദിസ് മച്ച്. എനിക്ക് എൻ്റെ ഫാമിലി റിലേഷൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം. ആൻഡ് ഐ വോണ്ട് ടു ബിക്കം എ ട്രെയിനർ ഓർ പ്രൊഫഷണൽ ഓർ കോച്ച്, വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് സ്റ്റിൽ സ്റ്റേ ഓൺ ദാറ്റ് സർവൈവൽ മോഡ്. ഇപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഭയം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരിങ്ങനെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്റ്റിൽ അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള പ്രോബ്ലംസ് ആൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അവർക്ക് ഒബ്വിയസ്ലി എന്ത് തോന്നും, എല്ലാത്തിനോടും ഒരു മടുപ്പും ദേഷ്യവും വരാൻ തുടങ്ങും. സാധാരണയായിട്ട് വരില്ലേ അല്ലേ? വരൂലേ? യെസ്. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ റേഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? റേഡിയോന്റെ പ്രത്യേകത എന്താ? അതിന് പ്രോപ്പർ സ്റ്റേഷൻസ് ഉണ്ട് അല്ലെ? ആ സ്റ്റേഷനിലേക്ക് നമ്മൾ ആ ഫ്രീക്വൻസി ഇങ്ങനെ ട്യൂൺ ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ആ റിഥം കേൾക്കുന്നത് അല്ലെ, ആ ഒരു മ്യൂസിക് കേൾക്കുന്നത്. റൈറ്റ്? അങ്ങനെയല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഹെൽത്തി ആണ്, വെൽത്തി ആകണം, റിലേഷൻഷിപ്പ് ഗുഡ് ആയിരിക്കണം, പേഴ്സണൽ ഗ്രോത്ത് വേണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? ഇറ്റ്സ് വെരി ഹയർ അല്ലെ? നിങ്ങളുടെ തന്നെ ഹൈ ഫ്രീക്വൻസി ഇമേജ് ആണത്. അപ്പൊ നമുക്ക് പറയാം അതൊരു 300 എബോ ഹെഡ്സ് ആണ് എന്ന് സങ്കല്പിക്കാം. അപ്പോ ഒരു സൈഡില് നിങ്ങളുടെ കറണ്ട് വേർഷൻ 175 ഹെഡ്സിലും മറ്റേടത്ത് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് വേർഷൻ 350 എബോ ഹെഡ്സിലും ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒരു മിസ്മാച്ചിങ് ഇല്ലേ? യെസ്. ആ മിസ്മാച്ചിങ് ആണ് നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത്. ഈ രണ്ട് ഫ്രീക്വൻസിനെയും മാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ലോ ഓഫ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ റെസൊണൻസ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിക്കുന്നുണ്ട്. അതായത് ഒരേ ഫ്രീക്വൻസി ഉള്ള രണ്ട് ടോണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ ഒരേ ഫ്രീക്വൻസി ഉള്ള രണ്ട് ടോണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോഴാണ് അവിടെ ഒരു എനർജി പാസ് ചെയ്യുന്നത് എന്നാണ് ആ ഒരു എക്സ്പെരിമെന്റ്. ഇതേ കാര്യമാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? വിഷൻ ബോർഡിൽ ഈ പറയുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി എന്താ ടാസ്ക്? ഇപ്പുറമുള്ള നിങ്ങളുടെ കറണ്ട് ഫ്രീക്വൻസിനെ എന്ത് ചെയ്യുക? പുഷ് ചെയ്ത് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ല എന്താ ഉയർത്തിക്കൊണ്ടുവരാം. ഓക്കെ, വേണ്ടേ? എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആകാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ വിഷ്വലൈസേഷൻ ഒന്നും ശരിക്കും വർക്ക്ഔട്ട് ആകൂലേ എന്നൊരു ചോദ്യം വരും. ലെറ്റ് മീ എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ഓഷ്യന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഞാൻ പറയാണ്, ഈ ഒരു സമുദ്രം അല്ലെങ്കിൽ ഈ ഒരു ഓഷ്യൻ കടന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ് ഉണ്ട്, നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഈ ഓഷ്യൻ കടന്നിട്ട് വേണം നമ്മൾ എവിടെ പോവാൻ? അവിടെ പോകാൻ വേണ്ടിയിട്ട്. വി നോ ദാറ്റ്. ഓക്കെ, ആ പോകാനിരിക്കുന്ന സമയത്ത് എങ്ങനെ പോകും എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാണ്, ഈ വെള്ളം കടന്നിട്ട് വേണം പോകാൻ, എന്നാ പിന്നെ ഈ വെള്ളം ഒരു ബക്കറ്റിൽ എടുത്ത് മാറ്റി ഒഴിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോവാന്ന് നമ്മൾ ചിന്തിക്കോ?
ഇല്ല never. ഒരിക്കലും ചിന്തിക്കൂല, ലോജിക്കലി ചിന്തിക്കൂല അല്ലേ? ആ, അതേപോലെ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ 1 bucket of water. അങ്ങനെയെങ്കിൽ ബാക്കി അങ്ങോട്ട് വിശാലമായിട്ട് കിടക്കുകയാണല്ലേ. ആ വിശാലമായ ആ ഒരു സമുദ്രത്തിനെ നമുക്ക് താണ്ടി കിടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വിശാലതയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചൂസ് ചെയ്യുക? നിങ്ങളാണെങ്കിൽ എന്താ ചൂസ് ചെയ്യുക? എന്താ ചൂസ് ചെയ്യുക? ഒരു ബോട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു ബോട്ടെങ്കിലും നമ്മൾ ചൂസ് ചെയ്യും അല്ലേ, പോകാൻ വേണ്ടിയിട്ട്, വേണ്ടേ? Yes ma'am, yes. ബോട്ട് അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഉറങ്ങാണോ? ബോട്ട് അല്ലെങ്കിൽ കപ്പൽ. നമ്മൾ എന്തായാലും ചൂസ് ചെയ്യും. യെസ്. ഇന്നിപ്പോ ഫ്ലൈറ്റ് ഒക്കെ ഉള്ള കാലമാണല്ലോ. അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു മീഡിയം നമുക്ക് വേണം അല്ലേ, അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട്. ആ മീഡിയത്തിനെയാണ് ഇൻ അവർ കേസ് വി ട്രീറ്റ് അവർ ബോഡി. അപ്പോൾ ആ ഒരു ഓഷ്യൻ താണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ട് ചൂസ് ചെയ്യുന്ന പോലെ ഇൻ അവർ ദിസ് മാനിഫെസ്റ്റേഷൻ ജേണി വി നീഡ് എ മീഡിയം, ദാറ്റ്സ് യുവർ ബോഡി. ഓക്കെ? അപ്പൊ എന്തു വേണം? നമ്മൾ ഒരു സ്ഥലത്ത് ബോട്ടിലേക്ക് പോകുമ്പോൾ ആ ബോട്ടിന് അറ്റകുറ്റപ്പണിയുണ്ടോ, അല്ലെ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും അതിന്റെ അധികാരപ്പെട്ട ആൾക്കാർ എന്ത് നോക്കും ആദ്യം? അതിനെന്തെങ്കിലും തട്ടുകേടുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി അല്ലേ ആ ഒരു ബോട്ട് വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പ് വരുത്തണ്ടേ? ലൈക്ക് മാനിഫെസ്റ്റേഷന് പോകുന്നതിന് മുന്നേ യു മസ്റ്റ് എൻഷുവർ യുവർ മീഡിയം, നിങ്ങളുടെ ബോട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ദ ഫസ്റ്റ് ടാസ്ക്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ബോട്ടൊക്കെ സെറ്റ് ആക്കണം, വേണ്ടേ? യെസ്. അതിനുശേഷം രണ്ടാമത്തെ ടാസ്ക്, ബോട്ട് ശരിയായി, ഒരാള് വിട്ടുപോയി. എന്താണ്? അതിനുള്ളിൽ ഒരു എൻജിൻ ഉണ്ട് അല്ലേ? ആ എൻജിൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. ദാറ്റ്സ് യുവർ മൈൻഡ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്ത് നോക്കണം? അതെങ്ങനെ വർക്കൗട്ട് ആവുന്നു? അത് വർക്കിംഗ് കണ്ടീഷനിലാണോ, അല്ലെങ്കിൽ ഇങ്ങടേക്ക് വിളിക്കുമ്പോൾ അങ്ങടേക്ക് പോകുന്ന അവസ്ഥയിലാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. വേണ്ടേ? വേണോ? യെസ് ആണോ? അപ്പോ നമ്മൾ എന്തൊക്കെ സെറ്റ് ചെയ്തു? ബോട്ട് സെറ്റ് ചെയ്തു, എൻജിൻ സെറ്റ് ചെയ്തു, അതായത് നമ്മളെ ബോഡി സെറ്റ് ചെയ്തു, അതിനുള്ളിൽ മൈൻഡ് സെറ്റ് ചെയ്യണം. ഓക്കെ? ദെൻ ഇത് രണ്ടും സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തത് അവിടെ ഒരു കപ്പിത്താൻ വേണം അല്ലെ, ആ ഒരു ബോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ? മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് മാത്രമേ പ്രോപ്പറായിട്ട് അത് നാവിഗേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഷിപ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല ഈ എന്താ പറയാ പാത തിരിച്ചറിയാൻ പറ്റാത്ത ഈ സമുദ്രത്തില് ഇത് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവോ? ഇല്ല. ആർക്കേ മനസ്സിലാവുള്ളൂ? ആ നാവിഗേറ്ററിന് മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു അസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്യാപ്റ്റന് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെ? ലൈക്ക് നമുക്കും ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ദാറ്റ്സ് യുവർ സോൾ ഓർ യുവർ ഇന്നർ സെൽഫ്, ദ റിയൽ യു. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കൺട്രോൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് എവിടെയാണ്? ആ കപ്പിത്താന്റെ കയ്യിലാണ്. ആൻഡ് ഹി നോസ് എവറിത്തിങ്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം? നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് ആണ്, പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്കിതിങ്ങനെ എന്താണ് അറ്റമില്ലാത്തതുപോലെ തോന്നുകയാണ്. ബിക്കോസ് ഒറ്റക്ക് പോകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. സോ യുവർ കൺട്രോൾ എവിടെ കൊടുത്തിരിക്കണം? നമ്മുടെ സോളില് ഓർ നമ്മുടെ ആ ഒരു ഹയർ സെൽഫിൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത്. സോ എന്താണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുക? ആ ഒരു ഹയർ സെൽഫിലേക്ക് നമ്മുടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി വി മസ്റ്റ് റേസ് അവർ എനർജി. സ്റ്റാർട്ട് ഫ്രം യുവർ ഫിസിക്കൽ എനർജി റേസിംഗ്, ദെൻ മൂവ് ടു യുവർ എനർജി. ദിസ് ഇസ് വാട്ട് വി ഡൺ ത്രൂ അവർ ചക്ര അലൈൻമെന്റ് പ്രോഗ്രാം ആൻഡ് ഓൾ. ടുഡേ ഇപ്പോ അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതാണ് മെയിനായിട്ട് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ഈ വർഷം നിങ്ങൾ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൺട്രോൾ ആ കപ്പിത്താന്റെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഫോർ ദാറ്റ് the first thing you want to do is note it down.
regulate your breath. The first thing you want to learn how to regulate your breath, because breath is the remote control of your vibration. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ റിമോട്ടിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, ആ സ്വിച്ചിന് നിങ്ങളെ ഓരോ മോഡിലേക്ക് മാറ്റാൻ വളരെ നിഷ്പ്രയാസം പറ്റുന്നുള്ളതാണ്. ആൻഡ് ഞാൻ പറയാൻ പോകുന്ന ആ ഒരു സ്വിച്ചിനെ അണ്ടർലൈൻ ചെയ്തിട്ടോ ബോൾഡ് ചെയ്തിട്ടോ എഴുതി വെക്കാം. ലോങ് എക്സലേഷൻ. എന്താണ് ലോങ് എക്സലേഷൻ? വെൻ യു ബ്രെത്ത് ആൻഡ് ആ ഒരു ബ്രെത്തിനെ എക്സേൽ ചെയ്യുന്ന സമയത്ത് ലോങ് ആയിട്ട് ദീർഘമായിട്ടുള്ള ആ ഒരു എക്സലേഷൻ എന്തിന് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, വെൻ യു പ്രാക്ടീസ് ദിസ്, യുവർ അമിഗ്ഡാല, can you hear, do you hear that? Amygdala means fear center. നമ്മുടെ ബ്രെയിനിലെ ഫിയർ സെന്റർ എന്ന് പറയും. അപ്പോൾ അമിഗ്ഡാലയെ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ബോഡി ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ആ വ്യക്തി വളരെ ഫിയർഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ അയാളുടെ ബോഡി ഒരു സർവൈവൽ മോഡിലായിരിക്കും. കണ്ടിന്യൂസ്ലി അയാൾ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് നമ്മൾ പറയും അല്ലെ. ആ മോഡിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബ്രീത്ത് പ്രോപ്പർ ആയിരിക്കില്ല, ഇൻകംപ്ലീറ്റ് ബ്രീത്ത് ആയിരിക്കും, ഫാസ്റ്റർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ് ആയിരിക്കും, അതുപോലെ ബോഡി കംപ്ലീറ്റ് ഒരു ടൈറ്റനിങ് ഫീൽ ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന്റെ ഒരു കാര്യം പറയുന്നത്. നമ്മളെ പാമ്പ് കടിക്കാൻ വരുമ്പോഴോ ആന കുത്താൻ വരുമ്പോൾ മാത്രമല്ല, ഡെയിലി ലൈഫിൽ നമുക്ക് വരുന്ന ഓരോ ഫിയറും അല്ലെങ്കിൽ ഓരോ ഫ്രസ്ട്രേഷനും നമ്മളെ ഏത് കണ്ടീഷനിലാക്കുന്നുണ്ട്? ഈ അലേർട്ടിങ് കണ്ടീഷനിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സീക്രട്ട് സ്വിച്ച് ആണ് ലോങ് എക്സലേഷൻ. ഗെറ്റ് ഇറ്റ്? കിട്ടിയോ? അപ്പോൾ വെൻ യു പ്രോപ്പർലി ഡു ദിസ് ബ്രെത്ത് പ്രാക്ടീസ്, വേണമെങ്കിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് 4-2-8 ബ്രെത്ത്. 4 second inhale, 2 second hold, 8 second exhale. അതായത് ഡബിൾ ടൈം എടുത്തിട്ടാണ് എക്സേൽ ചെയ്യുന്നത്. ആ ഒരു ലോങ് എക്സലേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പ്രോപ്പറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ നിന്ന് നിങ്ങൾക്ക് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഇസ് റെഗുലേറ്റ് യുവർ ബ്രെത്ത്. അലോങ് വിത്ത് ദിസ് ബ്രീത്ത് എക്സസൈസ് നിങ്ങൾക്ക് നേച്ചർ ബേസ്ഡ് മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ബോഡി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. കിട്ടിയോ? ഒന്നാമത്തെ കാര്യം ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ്, ഇമോഷണൽ ഹോണസ്റ്റി. The second thing, emotional honesty. What do you mean by emotional honesty? Don't suppress your emotion. Okay, allow to release that without judgment എന്നാ പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ, ചില ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ എഫക്ട് അസ് വെരി ബാഡ്ലി. ഓക്കെ, നമ്മൾ അതൊരു സാക്രിഫൈസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുവെങ്കിലും അത് നമ്മളെ എന്താക്കുന്നുണ്ട്? ഫിസിക്കലിയും ഇമോഷണലിയും അറ്റ് പീക്കിൽ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ എന്താ അതിന് ചെയ്യാനുള്ള ഒരു പോം വഴി എന്ന് ചോദിച്ചാൽ, അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ. വെൻ യു ഫീൽ സാഡ്, ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, മനസ്സിലാക്കുക എനിക്ക് വിഷമം വന്നു, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് മനസ്സിലാക്കുക വൈ ഐ ഫീൽ ലൈക്ക് ദാറ്റ്, എന്തുകൊണ്ട് എനിക്കത് അനുഭവപ്പെട്ടു. ദെൻ അതിനെ എന്ത് ചെയ്യുക? റിലീസ് ചെയ്യാനുള്ള പ്രാക്ടീസസ്. വി ഹാവ് മെനി പ്രാക്ടീസസ് ഫോർ ദാറ്റ്. അതിന് ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. ഇഫ് നിങ്ങൾക്ക് അത് പേഴ്സണലി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ആ മെഡിറ്റേഷന്റെ പേര് ഇങ്ങനെയാണ്, ഗ്രൗണ്ടിങ് റീകണക്ഷൻ മെഡിറ്റേഷൻ. എന്താണ്? ഗ്രൗണ്ടിങ് റീകണക്ഷൻ മെഡിറ്റേഷൻ. ഇതിലൂടെ എന്താണെന്ന് വെച്ചാൽ ഒരു 2 ആക്സിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അബണ്ടൻസ് റിസീവ് ചെയ്യുക ഫ്രം എർത്ത് ആൻഡ് റിലീസ് യുവർ ഇമോഷണൽ ബാഗേജ് ടു ദ എർത്ത്. ഒന്ന് ഇങ്ങോട്ടേക്ക് റിസീവ് ചെയ്യുക, മറ്റൊന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുക. ദാറ്റ് ഇസ് ആക്ച്വലി മീൻ ബൈ ഗ്രൗണ്ടിങ് റീകണക്ഷൻ മെഡിറ്റേഷൻ. അതായത് എൻ്റെതല്ലാത്ത
ആ ഒരു ഇമോഷണൽ ബാഗേജിനെ ചുമക്കേണ്ട ആവശ്യം ആർക്കില്ല എന്നാ പറയുന്നത്? എനിക്ക്. സോ റിലീസ് ഇറ്റ്. Okay, when you continuously practice this reconnection meditation, you can able to release that entire baggage. Okay, ready? അപ്പൊ ഇമോഷണൽ ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക. ഡോണ്ട് സപ്രസ് ഇറ്റ്, ഡോണ്ട് നീഡ് ടു കൺട്രോൾ ഇറ്റ്. ഓക്കെ, മെനി പീപ്പിൾ ആർ ട്രൈങ് ടു കൺട്രോൾ ദർ ഇമോഷൻ. ആങ്കർ ആണെങ്കിലും ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തോറും എന്ത് പറ്റും? ഇത് കുറച്ചും കൂടി നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ അണ്ടർസ്റ്റാൻഡ്, അവെയർ അബൌട്ട് ദാറ്റ്, ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്രെത്ത് റെഗുലേഷൻ, സെക്കൻഡ് ഇമോഷണൽ ഹോണസ്റ്റി, ദ ലാസ്റ്റ് വൺ അറ്റൻഷൻ ഷിഫ്റ്റ്. അറ്റൻഷൻ ഷിഫ്റ്റ് ഇവിടെ പറയുന്നത് ട്രെയിൻ റാസ്. റാസ് മീൻസ് റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. It decide what you notice, what you want to focus on, what you want to act on. അല്ല, ഒരു ഫിൽട്ടർ ആണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ എന്ത് കാണണം, നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്ത് വേണം, എന്ത് ചെയ്യണം, ഇതൊക്കെ ഫിൽട്ടർ ചെയ്ത് തരുന്നതാണ് റാസ്. സോ ട്രെയിൻ ഇറ്റ്. എങ്ങനെ ട്രെയിൻ ചെയ്യാം? 2-3 ടിപ്സ് പറഞ്ഞുതരാം. 1, മേക്ക് യുവർ ഗോൾ ക്രിസ്റ്റൽ ക്ലിയർ. ഇഫ് യു ഹാവ് എ ഗോൾ, ഒരു ഡ്രീം ഉണ്ടെങ്കിലും വീണ്ടും 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 എഴുതുക, കാണുക. ദാറ്റ് ആ ഒരു വിഷൻ ബോർഡിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എത്ര തവണ പറയാൻ പറ്റുമോ അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതി എഴുതി മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് മേക്ക് യുവർ ഗോൾ ക്രിസ്റ്റൽ ക്ലിയർ. ദെൻ ദ സെക്കൻഡ് വൺ, ബ്രേക്ക് ഡൗൺ ടാസ്ക്. അത് ടാസ്കുകൾ ദിവസമുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം. ആദ്യം തന്നെ ഒരു വലിയ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കും, ടു ഡു ലിസ്റ്റിന്റെ. അത് കാണുമ്പോഴേ പല ആൾക്കും പേടിയാണ്. വേണ്ട, പതുക്കെ പതുക്കെ തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. നെക്സ്റ്റ് അടുത്തത് പറയുന്നത് പ്രാക്ടീസ് കൺസിസ്റ്റൻസി ഇൻസ്റ്റെഡ് ഓഫ് പെർഫെക്ഷൻ. എല്ലാം റെഡി ആയിട്ട് ചെയ്യാം എന്നുള്ളതല്ല, ഡു 1% per day. Okay, then the last one, daily self reflection. And along with that, I want to say you something. നിങ്ങൾക്ക് ചില ഗോളുകൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോരുത്തരടുത്ത് ചോദിച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ചില ഗോൾസ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരാളടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ പറയാണ്, എപ്പോഴും ഞാനൊരു പബ്ലിക് സ്പീക്കറായിട്ട് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അതിങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് ദാറ്റ് മീൻസ് യു ഹാവ് ദാറ്റ് പൊട്ടൻഷ്യൽ. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ബ്രെയിനിന് ഒരു കാര്യം ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് ദാറ്റ് എബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മൈൻഡ് അത് എന്ത് ചെയ്യുന്നത്? ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താ? നിങ്ങൾക്കത് വിശ്വാസമില്ല. നമുക്കത് വിശ്വാസം ഇല്ലാത്തതാണ് പ്രോബ്ലം. ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ബ്രെയിൻ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ബ്രെയിനിന് കണക്റ്റഡ് ആകില്ല എന്ന് മനസ്സിലാക്കുക. അതിനർത്ഥം നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് നമുക്കത് പോപ്പപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ട്രസ്റ്റ് യുവർ ഗോൾ. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. നീ 3 ഓക്കെ അല്ലേ? ബ്രെത്ത് റെഗുലേഷൻ, ഇമോഷണൽ ഹോണസ്റ്റി, then എന്താണ് അടുത്തത്? അറ്റൻഷൻ ഷിഫ്റ്റ്. ഫ്രീക്വൻസി വളരെ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇതിന്റെ കൂടെ ഒരു ബോണസും കൂടി തരാം. ഓക്കെ, ദ സീക്രട്ട് കോഡ് ഓഫ് എലവേറ്റ് വൈബ്. 3 P's, 3 P. ഓക്കെ, എനി ഗസ് എന്തായിരിക്കും ഈ 3 P's എന്നുള്ളത്? ദിസ് ഇസ് ദ സീക്രട്ട് കോഡ്. ഈ 3 കാര്യങ്ങളല്ലാതെ അതിൻ്റെ കൂടെ ചെയ്യേണ്ട 3 P's. ഇതും കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള എനർജീനെ പ്രൊട്ടക്ട് ചെയ്യാനും എനർജി റേസ് ചെയ്യാനും യു ക്യാൻ ഈസിലി സാധിക്കുന്നുള്ളതാണ്. 1, പോസ്. ദ ഫസ്റ്റ് P ഈസ് പോസ്.
The second one, prevent. Third one, protect. ഒന്ന് ആരെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്തത് 3 പോയിന്റ്സും. Pause, Prevent. prevent, Protect. Last one, Protect. yes. Pause means അതൊരു അവയർനെസ് ആണ്. നമ്മൾ പറയാറുണ്ടല്ലോ, തിങ്ക് ബിഫോർ യുവർ വേർഡ്സ്, റിയാക്ഷൻ, ഡിസിഷൻ. നിങ്ങൾ വൈസ്മാൻ തിയറീസ് ഒക്കെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൽ ഒരു തിയറി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ഡിസൈഡഡ് ടു ആർഗ്യൂ വിത്ത് സംവൺ, തിങ്ക് ബിഫോർ സ്റ്റാർട്ട് വെദർ ദാറ്റ് ദ പേഴ്സൺ ഹാവ് ദ മെന്റൽ മെച്യൂരിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആക്ച്വലി യു ആർ ഗോയിങ് ടു കൺവേ. എന്താ പറഞ്ഞത്? നിങ്ങൾ ഒരാളുമായിട്ട് ആർഗ്യുമെന്റിൽ ഏർപ്പെടാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിനു മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു മെന്റൽ മെച്യൂരിറ്റി ആ പേഴ്സൺ ഉണ്ടോ, ആ കണ്ടീഷനിലാണോ ആ വ്യക്തി നിൽക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാനാ പറയുന്നത്. ഇഫ് യുവർ ആൻസർ ഈസ് നോ, എന്താ ചെയ്യേണ്ടത്? സിബിറ്റ്. സിബിറ്റ് മീൻസ് നോ മോർ വേർഡ്സ്, നോ മോർ എക്സ്പ്ലനേഷൻ. ഓക്കെ, ആ ഒരു പോസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് തിങ്ക് ബിഫോർ സ്പീക്ക് എന്നുള്ളതാണ്. അപ്പൊ ചോദിക്കും, ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം, ബട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. റെഡിയാണോ? yes, ready. Yes, ready, ma'am. അപ്പോ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ബ്രെത്ത്, ഒരു റിലാക്സിങ് ബ്രെത്ത് എടുക്കുക. അത് കുറച്ച് നോർമൽ ബ്രെത്ത് എടുത്തിട്ട് നിങ്ങൾ ബ്രെത്ത് റെഗുലേറ്റ് ചെയ്യുക. ദെൻ ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ലോങ് എക്സലേഷനിലൂടെ ആ ബ്രെത്ത് പുറത്തേക്ക് വിടുക. ഓക്കെ, ഫസ്റ്റ് വൺ ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് എക്സലേഷൻ. ഓക്കെ, ദാറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, പതുക്കെ നിങ്ങളുടെ അവയർനെസ് എവിടെ കൊണ്ടുവരാ? യുവർ ജോ ലൈൻ. ഓക്കെ, ഈ ഒരു ജോ ലൈനിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ അവയർനെസ് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ജോ ലൈനിലേക്ക് അവയർനെസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് റിലാക്സ് യുവർ ജോസ്. ഓക്കെ, ഫസ്റ്റ്ലി ടേക്ക് എ ഡീപ് എക്സലേഷൻ, then relax your jaws. Next വരേണ്ടത് heart coherence breath. I will show you. When you take breathe in, just expand your chest. Okay, നമ്മൾ പറയാറുണ്ട് wider your chest എന്ന് പറയാറുണ്ട്. അപ്പോൾ ബ്രെത്ത് എടുക്കുന്ന സമയത്ത് open your chest and breath release ചെയ്യുമ്പോൾ release your shoulder. Get it? The third step, heart coherence breath എന്ന് പറയും. ഒരു ഹാർട്ടിന്റെ ഏരിയയിൽ ഒരു എക്സ്പാൻഷനും കോൺട്രാക്ഷനും നിങ്ങൾക്ക് കൊടുക്കുക. ദാറ്റ് ഇസ് ദ തേർഡ് തിങ്. അതിനുശേഷം just feel your heartbeat, feel your feet and ground. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. Again I repeat, ഒന്നും കൂടി അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. First, long exhalation. Second one, relax your jaws. Third one, heart coherent breathe. Breathe inhale ചെയ്യുമ്പോൾ wider your chest. Breathe out ചെയ്യുന്ന സമയത്ത് എന്താണ്? Relax your shoulder. After that, the fourth one, just shift your awareness to your heart. Listen your heartbeat. The fifth one, the last one, feel your feet. നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. ആൻഡ് ആ ഒരു പാദത്തിനടിയിലുള്ള ഗ്രൗണ്ട് അത് ഫീൽ ചെയ്യുക. Got it? ഇന്ന് ഇത് കഴിഞ്ഞ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ അല്ലേ? പ്രാക്ടീസ് ചെയ്യില്ലേ? ഓക്കെ ആണ് മാം. Yes, ma'am. Yes. കാര്യങ്ങളും കൂടിയുണ്ടായി ഞാൻ പെട്ടെന്ന് തീർക്കാം.
ഓക്കെ, ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ മിസ്സായി പോവും. അതുകൊണ്ടാണ്. രണ്ടാമത്തേത് പ്രിവെന്റ് ആണ്. ഓക്കെ, പ്രിവെന്റ് മീൻസ് നമ്മൾ പ്രിവെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയത്തോടെ അതിനെ മാറ്റി നിർത്തുക എന്നുള്ളതിലുള്ള അർത്ഥം. എന്താണ് നമ്മൾ പറയില്ലേ, നമ്മുടെ എനർജി ലോസ് ആകുന്നതിന് മുന്നേ അതിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് പോലെ. ഫിയർ അല്ല അവിടെ എൻഹാൻസ് ചെയ്യേണ്ടത്. അപ്പൊ ആക്ച്വലി എന്തായിരിക്കും പ്രിവെൻഷൻ മീൻസ്? പ്രിവെന്റ് ഓവർ എക്സ്പ്ലെയിനിങ്, ഓവർ റിയാക്ടിങ്, ഓവർ ഷെയറിങ്. ഈ പറയുന്ന എല്ലാ ഇമോഷണൽ ഇൻവോൾവ്മെന്റും നമ്മുടെ എനർജി വീക്കൻ ആക്കും എന്നാ പറയുന്നത്. ഓവർ എക്സ്പ്ലനേഷൻ, ഓവർ റിയാക്ഷൻ, ഓവർ ഷെയറിങ്. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഈ പറയുന്ന കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാം. ദെൻ ദ സെക്കൻഡ്, പ്രിവെന്റ് ഇമോഷണൽ കണ്ടാമിനേഷൻ. ഓക്കെ, അതായത് നമ്മൾ പറയില്ല, ചില ആർഗ്യുമെന്റ്സ്, ചില അറ്റ്മോസ്ഫിയർ, ചില പേഴ്സൺസ്, അവരുടെ ഇമോഷൻസ്, ഇതൊന്നും നമ്മുടേതല്ലെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യും? കൂടെ എടുത്തോണ്ട് വരും അല്ലേ? നമുക്ക് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും, നമുക്കറിയാം അതുമായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ല, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യവുമായിട്ട് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ല, നമ്മൾ അങ്ങനെയല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മൾ അതും കൊണ്ട് വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുക്കും അല്ലേ? സോ മനസ്സിലാക്കുക, എല്ലാ എനർജിയും, എല്ലാ മനുഷ്യന്മാരല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നമുക്ക് ആവശ്യപ്പെട്ട എനർജിയാണ് എന്ന് ചിന്തിക്കരുത്. ദാറ്റ്സ് നോട്ട് യുവേഴ്സ്. നിങ്ങളതല്ലാത്തതൊന്നും നിങ്ങൾക്ക് വേണ്ട. അതാണ് അടുത്തത് പറയുന്നത്, പ്രിവെന്റ് ഇമോഷണൽ കണ്ടാമിനേഷൻ. ലാസ്റ്റ് വൺ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ പറയില്ല, നമുക്ക് തോന്നുകയാണ് ആ ഒരു എൻവയോൺമെന്റ് എന്നെ എനർജറ്റിക്കലി ഡ്രെയിൻ ആക്കുകയാണ്, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ ഡിസ്റ്റേബ് ആക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കീപ് ഡിസ്റ്റൻസ് ആൻഡ് ആ ഒരു പീസ് എപ്പോഴും കളക്റ്റീവായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ പ്രിവെന്റ് അൺനെസസറി എക്സ്പോഷർ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൂസ് യുവർ സർക്കിൾ വൈസ്ലി. നിങ്ങൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യു ആർ ദ ആവറേജ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അസോസിയേഷൻ എന്നാ പറയാം. സോ ചൂസ് യുവർ സർക്കിൾ വൈസ്ലി. ഓക്കെ, അപ്പോൾ പ്രിവെന്റ് ഓവർ എക്സ്പ്ലനേഷൻ ആ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ പ്രിവെന്റ് എനർജി കണ്ടാമിനേഷൻ, പ്രിവെന്റ് അൺനെസസറി എക്സ്പോഷർ. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു തരാം. ഒന്നല്ല, രണ്ടെണ്ണം. ഒന്ന് കോഡ് കട്ടിംഗ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. Then the second one, aura cleansing meditation. Note it down. The first one, code cutting meditation. The second one, aura cleansing meditation. Okay? Then the last and final thing, protect. Protect what? നിങ്ങൾക്ക് വാല്യുബിൾ ആണ് എന്ന് തോന്നുന്നതെല്ലാം എന്താ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്? നിങ്ങളുടെ മനസ്സമാധാനം അല്ലേ? പീസ്. പ്രൊട്ടക്റ്റ് ഇറ്റ്. എത്ര വില കൊടുത്തും അതെന്ത് ചെയ്തിരിക്കണം? പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. അതായത് അതിൽ ഏറ്റവും പറയുന്ന കാര്യം, സേ നോ വിത്തൗട്ട് ഗിൽറ്റ്. കുറ്റബോധം ഇല്ലാതെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റണം എന്നുള്ളതാണ്. ആൻഡ് ആബ്സെന്റ് വെൻ യുവർ എനർജി ഡ്രെയിൻ. നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവുന്നു എന്ന് തോന്നുമ്പോൾ ആ ഒരു പ്ലേസിൽ നിന്ന് ആബ്സെന്റ് ആകുക എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടത്? പ്രൊട്ടക്റ്റ് യുവർ പീസ്. അതിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. സമാധാനത്തിന് എന്ത് ചെയ്യുക? എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക. 2, പ്രൊട്ടക്റ്റ് യുവർ നെർവിയസ് സിസ്റ്റം. പ്രോപ്പർ റെസ്റ്റ്, ബ്രെത്ത്, പിന്നെന്താണ്, ഓവർ സ്റ്റിമുലേഷൻ ഒക്കെ ഒഴിവാക്കുക. നമ്മളെ രാവിലെ ഈ മോർണിംഗ് ഇല്ലേ, വളരെ സ്ലോ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും നെർവിയസ് സിസ്റ്റത്തിന്. ഹറിബറിയാക്കി മോർണിംഗ് ചെയ്തോ, ഇറ്റ് വിൽ എഫക്ട് യുവർ നെർവിയസ് സിസ്റ്റം. ഓക്കെ, സോ പ്രാക്ടീസ് സ്ലോ മോർണിംഗ്. ഓക്കെ അല്ലേ? ആൻഡ് പ്രൊട്ടക്ട് യുവർ ഇന്നർ സൈലൻസ്. ലിമിറ്റ് നോയ്സ്, ലിമിറ്റ് സ്പീച്ച്.
ലിമിറ്റ് സ്ക്രീൻ, അൺവാണ്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, നീട്ടി വലിച്ചുള്ള കോൺവെർസേഷൻ എന്ന് പറയും അല്ലെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിനെ വെട്ടിച്ചുരുക്കുക. അതുപോലെ തന്നെ സെറ്റ് എ ഹെൽത്തി ബൗണ്ടറി. ഇതൊക്കെയാണ് നമ്മൾ സൈലൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. സോ ദ ഫസ്റ്റ് തിങ്, ഒന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എനർജി ഡ്രെയിൻ ആവാതെ നോക്കുക. 2, ആ എനർജീനെ റേസ് ചെയ്ത് കൊണ്ടുവരാം. ദെൻ ഐ വിൽ പ്രോമിസ് യു, ഈ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹയർ സെൽഫിനെ മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്യാൻ മാത്രം പോരാ, ചോദിച്ച് മനസ്സിലാക്കുക എന്താ ഇനി വേണ്ടേ, അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നിച്ച് തീരുമാനിക്കാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ് മാം, യെസ്, റെഡി. യെസ് അപ്പോ മാം. നിങ്ങൾക്ക് തോന്നുകയാണ് കഴിഞ്ഞ വർഷം അല്ലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നു, സ്റ്റിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. +1 പഠിക്കുമ്പോൾ ഒരു കഥയുണ്ടായിരുന്നു, ദ ഫസ്റ്റ് ഫ്ലൈറ്റ്. അവിടെ ഒരു സീഗൾ ഉണ്ട്. ആ കുഞ്ഞു പക്ഷി ആദ്യമായിട്ട് പറക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോ ആൾക്ക് പേടിയായിട്ട് പറക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് അല്ലെ. ആ ഒരു കാര്യത്തിനെ ലേൺ ചെയ്യാൻ വേണ്ടി ആ പാരൻസ് ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ പല ടാസ്കുകളും കൊടുക്കുകയാണ് ആ സീഗളിന്. ഫോർ വാട്ട്? അവളുടെ ആ ഒരു അല്ലെങ്കിൽ അവന്റെ ആ ഒരു ചിറകിൽ വിശ്വസിച്ച് പറന്നു തുടങ്ങും. സോ ഈ എൻറ്റയർ യൂണിവേഴ്സ് ഇസ് വെയിറ്റിംഗ് ഫോർ യു, യുവർ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഓക്കെ, സോ ട്രസ്റ്റ് യുവർ വിങ്സ്. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ചൂസൺ വൺ. ഓക്കെ, നിങ്ങൾക്ക് ചിറകുള്ളത് കൊണ്ട്, പറക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ടാസ്ക് വന്നിരിക്കുന്നത്. ബിക്കോസ് യൂണിവേഴ്സ് ട്രസ്റ്റ് യു, യൂണിവേഴ്സ് ഗിവ് ദാറ്റ് വിങ്സ് ടു യു. അപ്പൊ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക, പ്രോബ്ലത്തിലാണെന്ന് തോന്നുകയാണ്, ദാറ്റ് മീൻസ് ദിസ് ഇസ് ലെസൺ. To understand, you have that powerful wings already. Okay, when you start to fly, the entire universe will support you. Ready അല്ലേ? അപ്പൊ ഈ വർഷം പറക്കാൻ റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ് മാം, യെസ് റെഡി. മാം, Ready, റെഡിയാണ് ready. റെഡിയാണ്. റെഡി മാം. ഓ, ഇത്രയും സമയം എടുത്തിട്ടുണ്ട്, അതിന് സോറി ആദ്യം തന്നെ. ബട്ട് എന്താണ്, ഇത്രയും പറഞ്ഞു തീർത്തിട്ടില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോ എന്ത് ചെയ്യാ, ഒരുപാട് ബ്ലെസ്സിങ്സ്, ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വിഷ് യു ഓൾ ദ ഹാപ്പിനെസ് ഫ്രം മൈ ബോട്ടം ഓഫ് ഹാർട്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഹാപ്പി ന്യൂ ഇയർ മാം. താങ്ക് യു. Thank you, ma'am. Happy New താങ്ക് Year. യു മാം. ഹാപ്പി ന്യൂ ഇയർ. Thank you, ma'am. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. Happy New Year. Thank you. നല്ല Best സെഷൻ wishes ആയിരുന്നു. to everyone. ഹലോ, Thank ഗുഡ് you. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏതായാലും ജനുവരി 1 തന്നെ ഈ ഒരു പുതുവർഷം നമുക്ക് ഒരു മണിക്കൂർ ഞാന് മിസ് ഇങ്ങനെ വായിക്കൊരു സയന്റിഫിക് ലോകത്തിലേക്ക് പോയതുപോലെ തുടക്കത്തിൽ ഒരു റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യനിലൂടെ തുടങ്ങി, പിന്നെ നമുക്ക് ഒരുപാട് ലേണിംഗ് ഗ്രോത്ത്, പിന്നെ റിലേഷൻഷിപ്പിലേക്ക് പോയി, മെന്റൽ ഹെൽത്ത് കണക്ട് ചെയ്തു, ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, സ്ട്രെങ്ത് വീക്ക്നെസ് പറഞ്ഞു. ഞാനൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ച് പോയതാട്ടോ. ലുക്കിംഗ്, ഒരുപാട് ഫോർവേഡ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഗ്രൗണ്ടിങ്, റീകണക്ഷൻ, മെഡിറ്റേഷൻസ് എങ്ങനെയാണ് ലൈഫിനെ നമ്മളെ ബാധിക്കുന്നത്, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും, പിന്നെ ബോഡി അവയർനെസ്സുകൾ, സെൻസറി ഗ്രൗണ്ട്സ്, ബ്രീത്ത് ആൻഡ് സെന്ററിങ്, പിന്നെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂർ എടുത്തും തോന്നുന്നു. ഒരു വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിൽ 58 പേര് ഇന്ന് ഞാൻ കുറച്ചായിട്ട് 3-4 ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ദിവസം കൂടി ഇന്നാണ്. ഏതായാലും മാം വളരെയധികം താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം നമുക്ക് കേൾക്കാനുള്ള ഒരു സാഹചര്യം തന്നതിനും ഈ ഒരു സെഷന് പങ്കെടുക്കാൻ പറ്റിയതിനൊക്കെ ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു. പിന്നെ നമ്മുടെ പുതിയൊരു ഹാപ്പി ന്യൂ ഇയർ മാമിനും അതേപോലെ ഞങ്ങളും നേരെയാണ്. നല്ലൊരു വർഷമായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു അഗൈൻ.
Thank you. Happy New Year, all. സ്റ്റെഫി മാം, Yes. ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടാ. എനിക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ട്യൂഷന് സ്റ്റുഡൻസിന് എക്സാം ആവാറായല്ലോ. അവർക്ക് റിവിഷൻ ക്ലാസ് ഇനി ഒരു 15 days ഞാൻ ഉണ്ടാവില്ല. ഞാനിപ്പോ ഇത് കഴിഞ്ഞപ്പോ ജോയിൻ ചെയ്തതായിരുന്നു. എന്തായാലും ക്ലാസ് ഒക്കെ അടിപൊളിയായിന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ റെക്കോർഡ് വരുമ്പോ അപ്പൊ തന്നെ എന്തായാലും കാണും. Okay. Happy New Year. താങ്ക് യു. സെയിം ടു യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓൾ. ഹാപ്പി ന്യൂ ഇയർ മാം. Happy New Year. ശരിക്കും നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ തോന്നും കേട്ടോ. പക്ഷെ ഇന്നിപ്പം ശരിക്കും ഒരു ആ സൈലൻസ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിക്കും നമ്മുടെ ശരിക്കും ഫീൽ ചെയ്യുമായിരുന്നു. ഫവാസ് ഒക്കെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മളിതിങ്ങനെ ഫീൽ ചെയ്ത കാരണം പെട്ടെന്ന് വേർഡ്സ് ഒന്നും വരാത്ത ഒരവസ്ഥയിലേക്ക് ആയി പോവുമായിരുന്നു കേട്ടോ. പിന്നെ മാം ഉറങ്ങിപ്പോയോ എന്നൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഉറങ്ങിയെന്നല്ല, നമ്മളിങ്ങനെ ക്ലാസ് കേൾക്കുക എന്നൊരവസ്ഥ അല്ലായിരുന്നു. ശരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും നമ്മൾ അതിലിങ്ങനെ ലയിച്ചു പോവുമായിരുന്നു കേട്ടോ. സൂപ്പർ ക്ലാസ് ആയിരുന്നു മാം. ശരിക്കും ഈ January 1st ഇത്രയും നല്ലൊരു ക്ലാസ് തന്ന വിംബിൾ അക്കാദമിക്ക് പ്രത്യേകം താങ്ക്സ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു വൺസ് മോർ. താങ്ക് യു മാം. Thank you. സ്റ്റെഫി മാം, ഞാനിത് എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് മാമിൻ്റെ. വളരെ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേറ്റീവ് ആയിരുന്നു. പിന്നെ മാം ഇടയിലിടയിൽ യൂസ് ചെയ്ത ഒരു വേർഡ് ഹയർ ലെവൽ ഓഫ് യുവർ സെൽഫ് എന്നുള്ളത്. ഇന്നത്തെ ക്ലാസ്സും നമ്മളുടെ മെന്റൽ കപ്പാസിറ്റിയുടെ അതിൻ്റെ ഹയർ ലെവലിലുള്ള ഇൻഫോർമേഷൻസ് ആണ്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കാൻ വി ഹാവ് ടു ഡെവലപ്പ് എ ലോട്ട്. ഇത് ഒരു കോൺസെപ്റ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ റിയൽ ലൈഫില് കാണുന്നതൊക്കെ ഒരു എനിക്ക് ഫീൽ ചെയ്ത് വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ ഡെയിലി ഫ്ലോ ചെയ്തുകൊണ്ട് പോവാണ്. ഇത്രയും ചിന്തിക്കാനുള്ള ഒരു ടൈം ഇത് നമ്മൾ ലൈഫിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള ടൈമൊക്കെ നമുക്ക് തന്നെ വേണം ടു ഒരു പീസ്ഫുൾ ആയിട്ടും ഇത്. ബട്ട് ദർ വിൽ ബി ഡെഫിനറ്റ്ലി വാട്ട് ടു സേ സ്ട്രഗിൾ. ഇതിൽ തന്നെ സ്ട്രഗിൾ ആയിരിക്കും. നമ്മൾ എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മുടെ റിയൽ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യാന്നുള്ളത്. ബട്ട് സംതിങ് അറ്റ്ലീസ്റ്റ് വി ഷുഡ് ട്രൈ ടു അഡോപ്റ്റ്. മാം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കേട്ടാൽ മാത്രമേ നമുക്കിത് ഇംബൈബ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. I hope everyone is able to have a good life in 2026. Anyway, life is not that easy. Never give up. അത്ര പറയണു. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളത് ആ സ്ട്രഗിളിനെ പോസിറ്റീവ്ലി എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. ആൻഡ് നമ്മളുടെ ടീം ഈസ് എ വെരി നൈസ് ടീം. ഇപ്പൊ നിസവ് സർ പറയണ മാതിരി ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു സെഷൻ ആണ്. താങ്ക് യു വെരി മച്ച് മാം. Very informative it is. Let's try to adopt whatever you have said. Once again, thank you. And my best wishes to each one of you. ഹലോ. Yes. ഹായ് സ്റ്റെഫി Hello. മാം. സ്റ്റെഫി മാം Hi, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ. എന്താ പറയണ്ടേ, ഞാൻ കുറച്ച് മിസ്സായി ആദ്യം. എന്നാലും ആ സീക്രട്ട് മോഡ് പറഞ്ഞത് പോസ്, പ്രിവെന്റ്, പ്രൊട്ടക്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിവെന്റ് ചെയ്യണം, എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം, പോസ് ചെയ്യണം, അങ്ങനെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അതൊക്കെ നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മനസമാധാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ഈ ന്യൂ ഇയർ പ്രഭാതത്തിൽ പറഞ്ഞു തന്ന സ്റ്റെഫി മാമിന് എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. Thank you. Happy New Year. അപ്പൊ ഇന്ന് ഈവനിങ് ഒരു സെഷൻ, ഒരു വെബിനാർ ഉണ്ട്. മാനിഫെസ്റ്റേഷൻ കോഡ് 2026 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബിനാർ ആണ്. ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു നമ്മൾ പറയില്ല കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ആ ഒരു ക്ലാസ് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിൽ കൊണ്ടുപോകാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ പറഞ്ഞു തരാനുമായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ് ഇപ്പൊ മോർണിംഗ് സർക്കിളിൽ പറഞ്ഞതിന്റെ ഒരു എലവേറ്റഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ പറ്റുവാണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ലിങ്ക് ഇട്ടാ മതി. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് നല്ല മോർണിംഗ്. സെഷൻ ആയിരുന്നു. ഞാൻ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ടെക്നിക്സ്. ഒന്നാമത്തെ റെഗുലേറ്റ് യുവർ ബ്രെത്ത്, ഇമോഷണൽ ഹോണസ്റ്റി ആൻഡ് അറ്റൻഷൻ ഷിഫ്റ്റ്. പിന്നെ നമ്മുടെ എനർജി പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ
ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളല്ലേ? പോസ് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത് പ്രാക്ടിക്കലിൽ ശരിക്കും മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങളല്ലേ, ചേഞ്ചസ് വരുത്തുക. ഇപ്പം മാം തന്നെ പറഞ്ഞ പോലെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, എല്ലാം കൂടെ നമ്മുടെ തലയിൽ വെക്കാതിരിക്കുക, അല്ലെ നമ്മളെ എനർജി വൈസായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെ. നമ്മുടെ ഒരു ഫോക്കസ് എങ്ങോട്ടാണോ നമ്മുടെ ഗോള് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അതിന് മാത്രം ഉപയോഗിക്കുക. ബാക്കിയെല്ലാം അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പൊക്കോളും എന്ന് വിചാരിച്ചാൽ മതി. അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. 2026 നല്ലൊരു തുടക്കം തന്നതിന് മാമിന് താങ്ക്സ്. മാമിനും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി നല്ലൊരു ന്യൂ ഇയർ. വർഷമായിട്ട് മാറട്ടെ. താങ്ക് യു. ഹായ് ഓക്കെ മാം, അല്ലേ? ഗുഡ് യെസ്. താങ്ക് യു മാം. നല്ല സെഷൻ ആയിരുന്നു. ന്യൂ ഇയറിൽ ഫസ്റ്റ് സെഷൻ മാമിന്റെ കിട്ടിയത് നല്ല താങ്ക്ഫുൾ ആണ്. പിന്നെ ഇപ്പോൾ റൗസ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ളത് ഇതെല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും. മാമിന്റെ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന അവർക്കൊക്കെ ഞാൻ നല്ല മാമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ ഇത്, സന്തോഷത്തിന്റെയും വളർച്ചയുടെയും ഒക്കെ. താങ്ക് യു മാം. താങ്ക് യു. Hello, ma'am. Thank you so much for your wonderful session. Actually, and ഞാൻ ഇവിടെ എപ്പോഴും പറയുന്ന your session was always beyond the words, and it's truly ഈ ഒരു 26ൽ it was truly remarkable and highly useful and informative. Thank you so much, ma'am. ഒബ്സർവ് പറയുമ്പോൾ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അറിയാം നമുക്കത് എത്രത്തോളം നമ്മുടെ ലൈഫിലോട്ട് അത് എഫക്റ്റീവ് ആവുന്നു. ഇൻഷാല്ലാ വിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബിക്കോസ് നിങ്ങള് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവര് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലുള്ളവരെല്ലാവരും തന്നെ എനർജി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഫിൽ ഇറ്റ് ഫസ്റ്റ്. നമ്മുടെ ഉള്ളിൽ അത് എത്രമാത്രം ഫിൽ ചെയ്യാൻ പറ്റുമോ അത്രയും ഫിൽ ചെയ്യാം. then you can easily pour it. അങ്ങനെയല്ലേ? നിറക്കുക. ഇഷ്ടം പോലെ കൊടുത്തോ, ആവശ്യാനുസരണം കൊടുത്തോ. പക്ഷെ ബിഫോർ എന്ത് ചെയ്യാ? ഫിൽ. നമ്മുടെ ഉള്ളില് ഇപ്പോ സ്നേഹമാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഉള്ളിൽ ആദ്യം ഫിൽ ചെയ്യാം. സമാധാനം ആണെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഫിൽ ഇറ്റ് ഫസ്റ്റ്. ഓക്കെ? Yes, ma'am. Thank you so much. Thank you. Fill it first and use it wisely. Yeah. Yes, correct. Okay അല്ലേ? ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ Good ഇയർ morning. ഓൾ. താങ്ക് യു മാം. വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഞങ്ങള് മാമിന്റെ ശിഷ്യത്വത്തിൽ ഏകദേശം ഇപ്പോ 3 മാസത്തിന്റെ അടുത്ത് സെഷനുകളെല്ലാം കറക്റ്റ് ചെയ്തു പോരുന്നത് ഒരാളിനാണ്. Yeah. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇത്രയും നാള് കറക്റ്റ് ചെയ്ത് വന്ന് ഓരോ ദിവസവും മാം തന്ന ടാസ്കുകളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് മാം വളരെ സിമ്പിൾ ആയിട്ട് അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങളൊക്കെ ചില ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാല് എല്ലാവർക്കും കൂടെ അക്സെപ്റ്റ് ആയിക്കൊള്ളുന്നില്ല. ചന്ദ്രൻ മാം അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അത് എല്ലാം ഈ മണിക്കൂറിൽ ഈ ഒരു സമയത്തിനുള്ളിൽ മാം അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിലും എല്ലാവർക്കും അത് കൃത്യമായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കയറിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും ക്ലാസ്സിൽ. ഞാൻ ഉണർത്തണേ വിമ്പിളുടെ ഇതില് മാം ഒരു ഫ്രീ ആയിട്ട് ഒരു അതിനെ കുറിച്ച് മാം പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. വിമ്പിൾ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീ ആയിട്ട് ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? അതിനെ കുറിച്ച് മാം പറഞ്ഞിട്ടില്ല. അപ്പൊ അത് കൃത്യമായി അതില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഈ പറഞ്ഞ എല്ലാ മെഡിറ്റേഷനും കോഹെറൻസ് ബ്രീത്ത് അതുപോലെ ബ്രീത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നെങ്കിൽ ആ മെഡിറ്റേഷൻ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യണം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം മനസ്സിലാവുന്നു. വളരെ നല്ല സെഷൻ ആയിരുന്നു. എല്ലാവരും നല്ല ബോബി മാം ഒക്കെ പറഞ്ഞ പോലെ അതിലൊരു ലൈറ്റ് അങ്ങോട്ട് ഇരുന്നു. മാം പെട്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അത് മ്യൂട്ട് ഓൺ ആക്കാനുള്ള ഇതൊന്നുമില്ല, അതിലിങ്ങനെ ലയിച്ചിരിക്കാനല്ലോ. അപ്പോ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഈ ഹാപ്പി ന്യൂ ഇയർ
അടിപൊളിയാക്കി തന്നതിന് 1000 താങ്ക്സ്. താങ്ക് യു. ഹലോ, എല്ലാവരും ഹലോ. ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് അയക്കണം. ഞാൻ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേര് സ്ഥിരമായിട്ട് അയക്കാറുണ്ട് ഫീഡ്ബാക്കുകളൊക്കെ ക്ലാസ് കണ്ടിട്ട്. അപ്പൊ നമ്മുടെ ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരും തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന്, കാരണം ഇത് മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ അതിന്ന് വേറെ ബാക്കിയുള്ളവർക്ക് അത് കാണാൻ വേണ്ടിയിട്ട് തോന്നണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഫീഡ്ബാക്കുകൾ കാണുമ്പോഴായിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് പേര് സ്ഥിരമായിട്ട് അയക്കുന്നുണ്ട്, അല്ലാണ്ട് തന്നെ നമ്മുടെ ഇതിലിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ഫീഡ്ബാക്കുകൾ ഗ്രൂപ്പിൽ എന്തായാലും അറിയിക്കണം കേട്ടാ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സജന മാം? ഓക്കെ, താങ്ക് യു. അപ്പൊ നാളെ എല്ലാവരും എല്ലാവരും പുതിയൊരു ഫീഡ്ബാക്ക് വിഷയമായിട്ട്. ഗ്രൂപ്പിൽ അറിയിക്കാട്ടാ. താങ്ക് യു. താങ്ക് യു. ബൈ.